രാവണന്റെ ഭാര്യയായ മണ്ഡോദരിയാണ് മേഘനാഥനെ പ്രസവിച്ചതെങ്കിലും ഇന്ദ്രജിത്ത് യഥാർത്ഥത്തിൽ ശിവന്റെ പുത്രനായിരുന്നുവെന്നാണ് ഉത്തര രാമായണത്തിൽ പറയുന്നത്. ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ മധുര എന്ന ഒരു അപ്സര സ്ത്രീ സോമവാര വ്രതമനുഷ്ഠിച്ച് മഹാദേവനെ നമസ്കരിക്കുന്നതിനു വേണ്ടി സർവാഭരണ ഭൂഷിതയായി കൈലാസത്തിൽ ചെന്നുചേർന്നു. പാർവതി സ്ഥലത്തില്ലാത്ത തക്കം നോക്കി മധുര ശിവനെ പ്രസാദിപ്പിച്ചു. ശിവനിൽ നിന്നും മധുര ഗർഭിണിയായി. ഉടൻ തന്നെ പാർവതി മധുര ഒരു തവളയായി ഒരു പൊട്ടക്കിണറ്റിൽ വീഴട്ടെ എന്ന് ശപിച്ചു. മധുര ശാപമോക്ഷം അപേക്ഷിച്ചു. അവളുടെ ഈ ദയനീയാവസ്ഥയിൽ മനസ്സലിഞ്ഞ ശിവൻ 12 വർഷം കഴിയുമ്പോൾ രൂപഗുണമുള്ള ഒരു യുവതിയായി മാറി മയന്റെ പുത്രിയായി തീരുമെന്നും മഹാപരാക്രമിയായ ഒരു രാജാവ് അവളെ വിവാഹം കഴിക്കുമെന്നും അനുഗ്രഹിച്ചു. പാർവതിയുടെ ശാപം അനുസരിച്ച് മധുരാദേവി ഉടൻ തന്നെ ഒരു തവളയായി മഹാവനത്തിലുള്ള ഒരു പൊട്ടക്കിണറ്റിൽ ചെന്ന് വീണു. ആ പൊട്ടക്കിണറിന്റെ സമീപത്തൊരിടത്ത് മയാസുരൻ ഒരു പുത്രിക്ക് വേണ്ടി തപസ്സു ചെയ്തുകൊണ്ടിരുന്നു. മധുരാദേവി തവളയായി തീർന്നതിന്റെ 12-ാം വർഷം മയൻ ആ പൊട്ടക്കിണറ്റിൽ നോക്കുകയും ഒരു സ്ത്രീരത്നത്തെ കാണുകയും ചെയ്തു. അദ്ദേഹം ആ പെൺകുഞ്ഞിനെ കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുപോയി മണ്ഡോദരി എന്ന പേരിട്ട് വളർത്തി. യൗവനയുക്തയായ അവളെ രാവണൻ വിവാഹം കഴിച്ചു. 12 വർഷത്തിനു മുൻപ് അവളുടെ ഗർഭത്തിൽ പ്രവേശിച്ചിരുന്ന ശൈവബീജം ഈ ഘട്ടത്തിലാണ് പുത്രരൂപത്തിൽ പുറത്തു വന്നത്. രാവണൻ കുട്ടിക്ക് മേഘനാഥൻ എന്ന പേരിട്ടു. വാസ്തവത്തിൽ അയാൾ ശിവന്റെ പുത്രനായിരുന്നതിനാൽ അതീവ പരാക്രമിയായി വളർന്നുവന്നുവെന്ന് ഉത്തര രാമായണത്തിൽ പറയുന്നു.